ബിനിൽ പോത്തൻ ബാബു. രാഹുൽ ഗാന്ധി യാത്ര പുറപ്പെട്ടത് മുതൽ ഹിമന്ത ബിശ്വ ശർമ്മ ആ യാത്രയ്ക്ക് തടയിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും BJP പ്രവർത്തകർ ബസിന് സമീപത്ത് വരെ വന്ന് പ്രതിഷേധിക്കുന്ന നിലയുണ്ടായി. ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചു, പൊതുറാലിക്കുള്ള അനുമതി നിഷേധിച്ചു. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഗുവാഹട്ടിയിലെ ഇന്നത്തെ പര്യടനം തുടരുന്നത്? രാഹുൽ ഗാന്ധി എന്താണ് അസമിലെ ജനങ്ങളോടും വിദ്യാർത്ഥികളോടും സംസാരിച്ചത്? അരുൺ, നേരത്തെ രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നത്തിന് വേണ്ടി നടത്തുന്ന യാത്രയല്ല. ഇത് ഹിന്ദുസ്ഥാൻ്റെ, ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ്. ആ യാത്രയ്ക്ക് പൂർണ്ണമായും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ വേണം, സജീവമായ പിന്തുണ വേണം. BJPയുടെ ഫാസിസ്റ്റ് കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി അതിൻ്റെ സർക്കാരിൻ്റെ അധികാരത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ സാധിക്കുന്നു. അത് ജനങ്ങളുടെ ശബ്ദം പുറത്തേക്ക് എത്തരുത് എന്ന് കണ്ടുകൊണ്ടാണ് ഈ യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് അതിരൂക്ഷമായ ഭാഷയിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അസം മുഖ്യമന്ത്രിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ പ്രസംഗത്തിൽ കണ്ടത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പര്യടന വാഹനത്തിൻ്റെ മുകളിൽ, ആ ബസ്സിൻ്റെ മുകളിൽ നിന്നാണ് സംസാരിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ പബ്ലിക് മീറ്റിങ്ങുകളാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുള്ള മണിപ്പൂര്, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ പബ്ലിക് മീറ്റിങ്ങുകളാണ്, അതായത് പൊതു റാലികളാണ് നടത്തിയിരുന്നതെങ്കിൽ ഗുവാഹത്തി നഗരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സർക്കാർ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ ഹൈവേയിൽ വെച്ച് പ്രവർത്തകരെയും ജനങ്ങളെയും എല്ലാം തന്നെ വാഹനത്തിൻ്റെ മുകളിൽ കയറിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആദ്യത്തെ പൊതുസമ്മേളനം എന്ന വിധത്തിൽ നടത്തിയിട്ടുള്ള ഈ പരിപാടിയിൽ വെച്ച് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഗുവാഹത്തി പ്രസ് ക്ലബിൽ വെച്ച് രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ നടത്താനിരുന്ന പത്രസമ്മേളനത്തിന് ഇന്നലെ രാത്രി വൈകിയും കോൺഗ്രസ് നേതാക്കൾ വിവിധ തരത്തിൽ ഈ പ്രസ് ക്ലബ് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെയും IPRDയുടെയും ഭാഗത്ത് നിന്ന് കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് അനുമതി നൽകരുത് എന്നൊരു മറുപടിയാണ് ഗുവാഹത്തി പ്രസ് ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വിധത്തിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത് പോലും തടസ്സപ്പെടുത്താനാണ് അസം സർക്കാരും BJPയും ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് എന്തായാലും ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഹൈവേയിലൂടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ശക്തമായ ഒരു സുരക്ഷ അരുൺ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ യാത്രയിൽ ഉടനീളം നൽകുന്നുണ്ട്. അതേസമയം പ്രതിഷേധം നടത്തും എന്നുള്ള സൂചനകൾ BJP അനൗദ്യോഗികമായി പ്രവർത്തകരിലൂടെ തന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസം PCC അധ്യക്ഷൻ ഉൾപ്പെടെ പരിക്കേറ്റ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉൾപ്പെടെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തുന്ന ഒരു സാധ്യത കൂടി അസമിലും ഗുവാഹത്തിയിലും എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അരുൺ, ഗുവാഹട്ടിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര എന്നുള്ളത്. പൊതുറാലികൾക്കുള്ള അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ ഹൈവേയിലൂടെയായിരിക്കും ഇന്ന് പര്യടനം തുടരുക. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഹിമന്ത ബിശ്വ ശർമ്മ, നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ ഇപ്പോൾ BJP ക്യാമ്പിലേക്ക് പോയിരിക്കുന്നു. കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിലെങ്ങും കാണാത്ത വിധമുള്ള ശക്തമായ പ്രതിഷേധമാണ് അസാമിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിലുണ്ടാവുന്നത്. മണിപ്പൂരിൽ പോലും വലിയ പ്രതിഷേധമുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ. എന്നാൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ അസാമിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര പ്രവേശിച്ചത് മുതൽ BJP ശക്തമായ പ്രതിഷേധം തീർക്കുകയാണ്. ക്ഷേത്രത്തിലടക്കം പ്രവേശനം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികൾ പലതും ക്യാൻസൽ ചെയ്യുന്നു, അതിന് അനുമതി നിഷേധിക്കുന്നു. ഇന്നിപ്പോൾ പൊതുറാലിയിൽ പോലും പങ്കെടുത്ത് സംസാരിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ ഘട്ടത്തിലാണ് സഞ്ചരിക്കുന്ന ബസിന്റെ മുകളിലെ പ്രത്യേകം തയ്യാറാക്കി ലിഫ്റ്റിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി അസാമിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ സ്വകാര്യമായ വിഷയമല്ലെന്നും ഇത് ഭാരതത്തെ വീണ്ടെടുക്കലാണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്നുമാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയിൽ ഗുവാഹട്ടിയിൽ അല്പസമയം മുമ്പ് സംസാരിച്ചത്.